എനിക്കറിയണം, എന്നെ ചതിച്ചത് പ്രസാദേട്ടനാണോ അതോ നീയോ? സത്യമായിട്ട് ഞാൻ കേട്ടതാ ചേച്ചി പ്രസാദ് സാർ ആരോട് സംസാരിക്കുന്നത്. എന്നിട്ട് ആ റൂം മുഴുവൻ ഞാൻ പരിശോധിച്ചല്ലോ, അതിനകത്തൊരു ഈച്ച പോലും ഇല്ല. എന്തോ പ്രശ്നമുണ്ട് ചേച്ചി. എന്ത് പ്രശ്നം? ആരും ഈ വീട്ടിനകത്തേക്ക് കേറി പോകുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ റൂമിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ ശബ്ദം കേട്ടിട്ടാ ഞാൻ വീണ്ടും വീണ്ടും സാറിനെ സംശയിച്ചതും രഹസ്യമായി റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയതും. എന്നിട്ട് ഒളിഞ്ഞു നോക്കിയതിന് സാർ എന്നെ കുറെ വഴക്കു പറഞ്ഞു. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കിക്കൊള്ളാനും പറഞ്ഞു. എന്നിട്ട് നീ കയറി നോക്കിയോ? ആ, അങ്ങനെ ഒരാള് ധൈര്യസമേതം പറയുമ്പോ എങ്ങനെയാ ചേച്ചി കയറി നോക്കുന്നേ? വിഡ്ഢി. ഞാനോ അത് സാറോ? നീ തന്നെ. സാർ ആരോടായിരിക്കും പിന്നെ സംസാരിച്ചിട്ടുണ്ടാവുക? ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരെ ഭ്രാന്തന്മാരാ. ആ അതെ, ചിലപ്പോ അങ്ങനെയാവാം. പക്ഷെ പെണ്ണിന്റെ സൗണ്ട് ഞാൻ കേട്ടതാണല്ലോ. അത് നിനക്ക് തോന്നിയതായിരിക്കും. തോന്നാ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ആന്റി, എന്തു പറ്റി മോളെ? ഇനി എന്ത് പറ്റാനാ? ആദ്യം എവിടെ? ആദ്യമായിട്ട് എന്നെ ഇട്ടിട്ട് എങ്ങോട്ട് പോയി? ഇട്ടിട്ട് പോവാനോ? ആ, പെട്ടെന്ന് വരാന്ന് പറഞ്ഞു വണ്ടി എടുത്ത് പോയതാ. ഇതുവരെ കണ്ടിട്ടില്ല. എത്ര സമയം ഞാൻ ആദ്യേട്ടനെ കാത്തു നിന്നു. നിനക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കായിരുന്നില്ലേ? ഫോൺ ചെയ്തപ്പോ ഔട്ട് ഓഫ് റേഞ്ച്. അവനത് എവിടെയായിരിക്കും? അവൻ ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ. ഇങ്ങ് വരട്ടെ. തുളസി അവനും കൂടിയുള്ള ഒത്തുകളിയാ ഇതെല്ലാം. വേണ്ട ആന്റി, ആദ്യേട്ടനെ വഴക്ക് പറയണ്ട. ആദ്യേട്ടന് എന്താ പറ്റിയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവൻ എന്താ പറ്റിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേണ്ടി ആന്റി ആദ്യേട്ടനെ വഴക്ക് പറയരുത്. എത്രയും വേഗം ആദ്യേട്ടൻ തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും അത് എവിടെ പോയതായിരിക്കും? എനിക്കൊന്നും അറിയില്ല സുലു ആന്റി. അത് കുഴപ്പമില്ല. അതെയോ? അറിയില്ല. ആ, അമ്മ എത്തിയിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, അച്ഛനല്ലേ പറയുന്നത്. നീ വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞോളാം. ആ, ഓക്കെ. പ്രസാദേട്ടാ,
ആദ്യം നിങ്ങളുടെ കൂടെ വന്നിട്ടില്ല അല്ലേ? അവനെവിടെ? അതാ എനിക്കും അറിയേണ്ടത്. നിങ്ങൾ അവനെ എവിടേക്കാ മാറ്റിയത്? മാറ്റാനോ? ആതിരയെ തനിച്ചാക്കി അവനോട് എവിടെ പോയി ഒളിക്കാനാ പ്രസാദേട്ടൻ പറഞ്ഞത്? എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊണ്ടുവരും. ആ, ഒളിക്കാനോ? നീ എന്തായി പറയുന്നത്? പ്രസാദേട്ടനല്ലേ പറഞ്ഞത് സിറ്റിയിൽ ക്രിമിനൽസ് കൂടിയിട്ടുണ്ടെന്നും അവര് യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നതെന്നും? ആ, അങ്ങനെ റിപ്പോർട്ടുണ്ട്. ആദിയുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കി. ആതിര ആരെങ്കിലും തട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാവും അവനോട് അവളെ അവിടെ തനിച്ചാക്കിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞത് അല്ലേ? ആദ്യം ഇപ്പം എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ ഏതൊരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയിട്ട് ആതിരെ ബീച്ചിൽ നിർത്തിയിട്ട് പോകേണ്ടി വന്നെന്ന്. നിന്നോടേ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവള് വന്നിട്ടുണ്ട്. അല്ല, അവന്റെ ഏത് ഫ്രണ്ടിനാ ഇത്ര പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയത്? അതൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് തിരിച്ചെത്താമെന്ന് കരുതിയാണത്രേ ആതിരയെ അവിടെ ആക്കിയിട്ട് പോയത്. പക്ഷേ ആ പയ്യന് സീരിയസ് ആണത്രേ. എന്തായാലും ആ തിരക്കിനിടയിലും അവൻ ആതിരെ ഓർത്തല്ലോ. അപ്പോ അവനവളോട് സ്നേഹമുണ്ട്. അത് പിന്നെ ആരായാലും ഓർക്കില്ലേ? ഒരു പെൺകുട്ടിയെ വഴി നിർത്തി പോയിട്ട് അവളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ മാത്രം ഉത്തരവാദിത്വം ഇല്ലാത്തവനല്ല ആദി. അവന്റെ ഉത്തരവാദിത്വം നിങ്ങളായിട്ട് ഇല്ലാതാക്കാതിരുന്നാ മതി. ദുർഗ, ആദിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അവന്റെ കാര്യത്തിൽ ആവശ്യമുള്ള ശ്രദ്ധയൊക്കെ എനിക്കുണ്ട്. ഇത് അതുപോലെയല്ല ദുർഗ. അവൻ ക്രിമിനൽസിന്റെ നോട്ടപ്പുള്ളി ആവാൻ സാധ്യതയുണ്ട്. അന്നത്തെ ആ വെടിവെപ്പിന്റെ ഭാഗമായിട്ട് ഞാനും അവരുടെ ലിസ്റ്റിലുള്ള ആളായിരിക്കും. എന്നോടുള്ള പക അവരാദിക്ക് നേരെ പ്രയോഗിക്കും. എന്നെ വേദനിപ്പിക്കാൻ അവർ പ്രയോഗിക്കുന്ന വഴി അതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനിടയിൽ ക്രിമിനൽസിനെ എല്ലാം പോലീസ് വലയിലാക്കും. ആദ്യമോന്റെ കാര്യം എന്ത് ചെയ്യും? അത് പറ. അവനെ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റാം. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയുള്ളൂ. എങ്കിലേ അവനെ ആതിരയും കോഴിക്കോടുള്ള ആതിരയുടെ അച്ഛന്റെ വീട്ടിലേക്ക് അയക്കാം. അവിടെയാവുമ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവനെ ബാംഗ്ലൂരുള്ളൊരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് അയച്ചാലെന്നൊരു ആലോചനയുണ്ട്. അപ്പോ ആതിരയുടെ ജീവൻ ഒരു വിലയില്ലേ? അവളെ ക്രിമിനൽസ് ആക്രമിക്കില്ലേ? അത് അവൾക്ക് ഞാനുമായിട്ട് അത്ര അടുത്ത ബന്ധമൊന്നുമില്ലല്ലോ. ക്രിമിനൽസ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നെയാണ്. നിങ്ങളുടെ അപ്പച്ചിയുടെ ചെറുമകളാണ് ആതിര, അല്ലാതെ എന്റെ ആരുമല്ല. അത് പക്ഷെ രണ്ടുപേരും ഒരുമിച്ച്, അതും ആതിരയുടെ അച്ഛൻ്റെ വീട്ടില്, അത് വേണ്ട ദുർഗ. എങ്കിൽ രണ്ടുപേരും ബാംഗ്ലൂരേക്ക് പോട്ടെ. അയ്യോ, അത് ബുദ്ധിമുട്ടാവും. അതെന്താ? അവിടെ ആദ്യം തന്നെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറയുമെന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുക. എങ്കിലേ പ്രസാദേട്ടൻ ആലോചിച്ച് തീരുമാനിക്കേ. പ്രസാദേട്ടൻ ബുദ്ധിമാൻ, ദുർഗ വെറും പൊട്ടി. ആദിയെ ബന്ധിയാക്കാൻ വേണ്ടി മാത്രം സിറ്റിയിൽ ക്രിമിനൽസ് ഇറങ്ങിയിട്ടുണ്ടത്രേ. ആതിരയും ആദിയുമായുള്ള അടുപ്പം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രസാദ് സാറിന്റെ അവസാനത്തെ അടവാ ഇത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കഥകള് കെട്ടിച്ചമയ്ക്കുമ്പോ അത് ബാക്കിയുള്ളവർ കൂടി വിശ്വാസം വരണ്ടേ? അല്ലെങ്കിൽ ഒരു നല്ല കള്ളം പറയാൻ പ്രസാദ് സാറിന് അറിയില്ല. ആദിയെ പ്രസാദേട്ടൻ എവിടേക്ക് മാറ്റിയാലും ശരി, അവനോടൊപ്പം ആതിരയും ഉണ്ടായിരിക്കും. ചിലപ്പോ സാറ് പറയുന്നത് സത്യമാണെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മറ്റേതെങ്കിലും പോലീസിനെ വിളിച്ച് അന്വേഷിച്ചു നോക്കാം. അത് വേണ്ട. നമ്മൾ ആരെ വിളിച്ചാലും പ്രസാദേട്ടൻ വിവരം അറിയും. പിന്നെ വിജയിക്കുന്നത്
എന്റെ വാശിയായിരിക്കില്ല, പ്രസാദേട്ടന്റെ വാശിയായിരിക്കും. ആദ്യ പ്രസാദേട്ടൻ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ടിന്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? മംഗളപ്പച്ചിയെ ഒന്ന് വിളിക്കണം. എന്ത് വേണോന്ന് അപ്പച്ചി പറയും. പ്രസാദ് സാറിന്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ടും നല്ലത് അപ്പച്ചി തന്നെയാ. നമുക്ക് നോക്കാം പ്രസാദേട്ടൻ എവിടം വരെ പോകുമെന്ന്. ആതിരെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? ആദ്യമായിട്ട് വരട്ടെ ആന്റി. അവൻ വരാൻ വൈകും. അവന്റെ ഏതോ ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാ ആദിക്ക് നിന്നെ അവിടെ നിർത്തിയിട്ട് പോകേണ്ടി വന്നത്. ആഹാ, അപ്പൊ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നീ ഇവിടെ എത്തിയോന്ന് അവൻ അങ്കിളിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? അവന് നിന്നോട് സ്നേഹം മാത്രമല്ല, നിന്റെ കാര്യത്തില് നല്ല കരുതലും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി ആന്റി. പക്ഷേ എന്താ ആന്റി? അവന്റെ അച്ഛൻ അവനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റി നിർത്താൻ ആലോചിക്കുന്നുണ്ട്. മാറ്റി നിർത്താനോ? അതെന്താ ആന്റി? കാരണം കേട്ടാ നീ പേടിക്കും. പക്ഷേ പ്രസാദേട്ടൻ പറയുന്ന ആ കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. ആദ്യ പ്രസാദേട്ടൻ എവിടേക്ക് നാട് കടത്തുന്നോ അവന്റെ കൂടെ നീയും ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാവും ആന്റി. ആദ്യമായിട്ടൻ എവിടെ പോയാലും ഞാനും കൂടെ ഉണ്ടാവും. ഉണ്ടാവണം. എവിടെയൊക്കെ ആന്റി ആദ്യമായിട്ടിന് പ്രസാദങ്ങൾ പറഞ്ഞയക്കുന്നത്? ബാംഗ്ലൂരില് അങ്കിളിന്റെ ഒരു ഫ്രണ്ടുണ്ട്. അവിടേക്കാവാനാ സാധ്യത. ഓ, ബാംഗ്ലൂർ. ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി. ആദ്യമായിട്ടൻ എന്നെ കൊണ്ടുപോവോ? കൂടെ കൊണ്ടുപോകുന്നത് നിന്റെ സാമർത്ഥ്യം പോലെ ഇരിക്കും. പ്രസാദങ്ങളോ ആദ്യമായിട്ടനെ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതമല്ല നോക്കേണ്ടത്, ആവശ്യം നിന്റേതാണെന്ന് ചിന്തിച്ചാ മതി. ഏത് രാമായണത്തിലാ സീത രാമനോടൊപ്പം പോവാതിരുന്നിട്ടുള്ളത്? നീ എടുക്കുന്ന കഷ്ടപ്പാടുകൾക്കുള്ള മറുപടി പട്ടാഭിഷേകമായിരിക്കും, അതായത് വിവാഹം. ഓക്കേ ആന്റി. ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹം. ഓ, താങ്ക് യു ആന്റി. മംഗളാപ്പച്ചിയെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കാം. നിന്നെ ആദിക്കൊപ്പം വിടുന്നതിന് മംഗളാപ്പച്ചിയുടെ സമ്മതം അത്യാവശ്യമാണ്. മാമൂസ് സമ്മതിക്കുമായിരിക്കും. എതിര് പറയില്ലെന്നറിയാം. അപ്പച്ചി നാളെ പ്രിയെ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിയും തുളസിയും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം അപ്പച്ചി പ്രിയെ ബോധ്യപ്പെടുത്തും. മുടങ്ങിപ്പോയ ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് എപ്പം നടക്കും ആന്റി? നീ വിഷമിക്കണ്ട, അപ്പച്ചിയുമായിട്ട് സംസാരിക്കാം. നമുക്കേ ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നീ വന്ന് ഭക്ഷണം കഴിക്കാം, വാ. വാമോളെ, ഭക്ഷണം കഴിക്കാം. ആന്റി. നീ എവിടേക്കെങ്കിലും പോവാണോ? ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട പച്ചി, മെഡിക്കൽ ഷോപ്പ് വരെ പോകാനാ. അതിവിടെ അടുത്തൊരെണ്ണമുണ്ട്. എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുറച്ച് മെഡിസിൻ വാങ്ങിക്കണം. ആ സമയം കൊണ്ട് നിന്റെ മകൾക്ക് കുറച്ച് വകതിരിവ് പറഞ്ഞു കൊടുക്ക. എന്താ പച്ചി, എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, തുളസി അവിടെ ഇല്ലേന്ന് ചോദിക്കായിരുന്നു. അവള് പുറത്തു പോയിരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് പച്ചി വിശേഷങ്ങൾ? വിശേഷങ്ങൾ കുറെ പറയാനുണ്ടല്ലോ. ആതിരയും ആദിയുമായി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന റിംഗ് എക്സ്ചേഞ്ച് നടന്നില്ല.
വിവാഹം സ്വർഗത്തിൽ വെച്ചാ തീരുമാനിക്കുന്നത്. ഇന്നവർക്ക് ഇന്നവരെന്ന് ഈശ്വരനല്ലേ തീരുമാനിക്കുന്നത്. ഹ, അങ്ങനെ ചെലവ് കൂടിയ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്താ ദൈവകോപം ഉണ്ടാവുമല്ലോ. ആതിരയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട് അപ്പച്ചി. കല്യാണം ആലോചിക്കുന്നുണ്ട്, വേറെയല്ല. ആദിമോൻ അവിടെ എന്തിനും തയ്യാറായി നിൽക്കുമ്പോ ഞാൻ എന്തിനാ അവക്ക് വേറെ ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നേ? അത് അതിനൊരു കുഴപ്പമില്ല. സ്വർഗത്തിലിരുന്ന് ഭൂമിയിലെ മനുഷ്യരുടെ വിവാഹം നിശ്ചയിക്കുന്ന ദൈവം വിചാരിച്ചാൽ പോലും അത് മുടക്കാനാവില്ല. ആതിര ദേവമംഗലത്തെ മരുമകളായി വരിക തന്നെ ചെയ്യും. ഇനി നിനക്കതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറ, നമുക്ക് ആലോചിക്കാം. പറഞ്ഞോ. ഇനി ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുളസിക്ക് വേണ്ടി കണ്ടുവച്ച പയ്യനായിരുന്നു ആദി എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ദുർഗയോടൊരു വാക്കു പറഞ്ഞ അവൾ ആ നിമിഷം തന്നെ തുളസിയെ നിലവിളക്ക് വച്ച് മരുമകളായി സ്വീകരിച്ചിരിക്കും. നിനക്കറിയാവുന്നതല്ലേ, അത്രയ്ക്ക് ഇഷ്ടമാ ദുർഗയ്ക്ക് നിന്റെ തുളസിയെ. പ്രിയ, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മംഗളപ്പച്ചയോട് പറ. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഏതു നിമിഷവും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കും. അങ്ങനൊരു പേടി നിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ എന്റെ ആതിരമോൾക്ക് വേണ്ടി വേറെ ചെറുക്കനെ അന്വേഷിക്കാൻ തിടുക്കം കൂട്ടിയത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ നല്ല അസലായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ പെങ്ങളല്ലേ. നിന്റെ മനസ്സൊന്നു പെടഞ്ഞ അതെനിക്ക് മനസ്സിലാവും. നിന്റെ മകളെ ദുർഗയ്ക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. ആജന്മ ശത്രുക്കളായ കീരിയേയും പാമ്പിനെയും വെല്ലുന്ന ശത്രുക്കൾ. അങ്ങനെയുള്ള ഒരുവളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാ നീ നിന്റെ മകളെ കെട്ടിച്ചയക്കാൻ നോക്കുന്നത്? തുളസിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്കും വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ? ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല. അത് അവനവന്റെ കൊക്കിലൊതുങ്ങുന്നതാണെങ്കിൽ മാത്രം. ഞാനതിന് അപ്പച്ചിയോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ആദ്യം കൊണ്ട് തുളസിയെ കെട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പച്ചിയോട്? ഇല്ലല്ലോ. നീ പറഞ്ഞാലും അത് നടക്കില്ല. അങ്ങനൊരാഗ്രഹം, അതിനെ വിളിക്കേണ്ട പേര് ദുരാഗ്രഹമെന്ന. ആതിരയുടെ ഫാമിലിക്ക് ആവശ്യത്തിലധികം സമ്പാദ്യമുണ്ട്. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ ഭർത്താവിന്റെ ആ നാറുന്ന തൊപ്പിയല്ലാതെ എന്തുണ്ട് സമ്പാദ്യമായിട്ട്? ആദിയും തുളസിയും ചേർന്ന് നടക്കുമ്പോ നീ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. എന്നാൽ ആദിയും ആതിരയും ചേർന്ന് നടക്കുമ്പോ ദുർഗയും ഞാനും അതിനേക്കാൾ സന്തോഷിക്കുന്നുണ്ട്. എന്റെ മകളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ട സ്വപ്നം ആതിരയിലൂടെ എനിക്ക് നേടിയെടുക്കണം. ദേവമംഗലത്തെ മരുമകൾ സ്ഥാനം അതൊരലങ്കാരം മാത്രമല്ല, ആവശ്യം കൂടിയ, അത്യാവശ്യം. പഴയ കാലമൊന്നും അല്ലല്ലോ. എല്ലാത്തിനേക്കാളും വലുത് കുട്ടികളുടെ ഇഷ്ടമാണ്. അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. പുതിയ കാലത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം പഴയ കാലത്തെ കണക്കുകൾ തീർക്കണം. ആദ്യം കണക്കുകൾ തീരട്ടെ. മനസ്സിൽ നീ കുത്തി നിറച്ചിട്ടുള്ള ആശകളെല്ലാം എടുത്ത് ആ വേസ്റ്റ് ബോക്സിൽ ഇട്ടേക്ക്. അതൊന്നും നടക്കില്ല, നടക്കാൻ പോകുന്നതുമല്ല. വേസ്റ്റാണത്. അതിന്റെ സ്ഥാനം ചവറ്റുകുട്ടയില.